ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. ശരിക്കും ആ ഒരു പുറത്തേക്ക് കോട്ടിങ്ങിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്, ഭയങ്കര ഫ്ലേവർ ഉള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഭയങ്കര സിമ്പിളായിട്ട് ചെറിയൊരു ഫില്ലിങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള. ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. പിന്നെ ഒരു 3 മീഡിയം വലുപ്പമുള്ള സവാള, ഓവർ വലുപ്പമില്ല, ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 പച്ചമുളക് എടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി 1 ടീസ്പൂൺ, രണ്ടും കൂടി 1 ടീസ്പൂൺ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഈ ഒരു ഫില്ലിങ്ങിൽ. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് നോക്കണേ, നമ്മൾ ഓൾറെഡി പച്ചമുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒരു പൊടികളും നമ്മൾ ഇതിന് ചേർക്കുന്നില്ല കേട്ടോ. ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഇങ്ങനെ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു പൊടികളുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഭയങ്കര സിമ്പിളല്ലേ? അപ്പോൾ ഒന്നങ്ങ് ചൂടായി വരും, മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഗോതമ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അതും എടുക്കുക. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് മൈദയായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നോർമൽ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കുക. നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കുന്നില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെ കുഴച്ച് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ല ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഏതാണോ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ മസാലപ്പൊടി എനിക്ക് ഒന്നുകൂടി ഫ്ലേവർ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മുട്ട 2 എണ്ണം ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ എടുത്താൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൈദയിൽ കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മുട്ട പെട്ടെന്ന് തീരുമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് പോലെ വലിച്ചെടുക്കൂലല്ലോ കൂടുതലായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം കോൺഫ്ലേക്സ് ആണ് കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. കോൺഫ്ലേക്സ് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഒരിക്കലും മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത്. കൈകൊണ്ട് പൊടിക്കുമ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും, ചെറുതായിട്ടൊന്ന് നുറുങ്ങിയ പോലെ. ഇതാണ് നമ്മൾ ഈ ഒരു സ്നാക്കിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോൺഫ്ലേക്സ് കൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണവും ഫ്ലേവറൊക്കെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. ശരിക്കും ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പരത്തിയെടുക്കാം. ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരു ഉരുള ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുള എടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കുക. നമ്മൾ പൂരിക്ക് എടുക്കുന്നതിലും കുറച്ച് വലുപ്പം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്നാക്കിലേക്ക് നമുക്ക് കുറച്ച് കട്ടിയോട് കൂടിയിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് നോർമൽ ചെറുതായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പം മതി കേട്ടോ, ഓവറാക്കണ്ട. പിന്നെ നമുക്ക് ഇതുപോലെ കട്ടറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഏകദേശം ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ വലുപ്പത്തിൽ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ വേണ്ടുന്ന ഐറ്റംസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടനെ 4ആക്കിയിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുമല്ലോ, അങ്ങനെ 12 പീസ് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ബൗളിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ കോൺഫ്ലേക്സും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ വെക്കുക, നമ്മൾ പരത്തി വെച്ച അത് ആ ഒരു ബ്രെഡ് ഏകദേശം ബ്രെഡ് പോലെ തന്നെ തോന്നും കേട്ടോ കാണുമ്പോൾ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല, അത് നിങ്ങൾ എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുട്ട നീളത്തിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 അറ്റയില്ലേ ആദ്യം ഓപ്പോസിറ്റ് വരുന്ന സൈഡ് പിടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പഫ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന പോർഷൻ ഇതുപോലെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് പാർട്ടല്ലേ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. മൈദ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കെട്ടിക്കോളും, വേറെ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ പതുക്കെ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കുക കേട്ടോ. ഇതിപ്പം നമുക്ക് കാണുമ്പോൾ ഒരു പുതുമ തോന്നുന്നൊരു ഷേപ്പാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഒരെണ്ണ റെഡിയായി കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഒന്ന് ഇതുപോലെ റെഡി ആയതിനു ശേഷം ഞാൻ മുട്ടയുടെ മിക്സിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലേക്സ് ഇല്ലേ അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ബ്രെഡോ റസ്കോ എന്തെങ്കിലും വീട്ടിലുണ്ടാവില്ല, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ട് അതിൽ കോട്ട് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും രണ്ടും 2 ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കോൺഫ്ലേക്സോട് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റും മണവും ഫ്ലേവറും ഒന്നും ബ്രെഡോട് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ അറിയല്ല. ഇനിയിപ്പോൾ ഞാനിതാ 3-4 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ ഇതുപോലെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ഓരോരോ സ്നാക്സായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളു നമുക്ക് നല്ലപോലെ വേവാനുണ്ടല്ലോ, നമ്മുടെ ആ ഒരു മൈദയൊക്കെ വേവണം. അതുകൊണ്ട് ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അറിയാമല്ലോ സാധാരണ നമ്മൾ എല്ലാ സ്നാക്കും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നല്ലപോലെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല ഭംഗിയുള്ള കളറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് കോരിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓവർ കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഉൾഭാഗം വേവാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്സ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങുമാണ് ഉൾഭാഗത്ത്. പുറമേ ആണെങ്കിൽ ആ ഒരു കോട്ടിങ് ഒരു സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ പറ്റുവാണെങ്കിൽ തന്നെ ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ല. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്ക്സും അറിയിക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന എല്ലാ സ്നാക്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്